ഏറ്റവും പുതിയ സിനിമയായ അൻപോട് കൺമണി സിനിമയുടെ ലീഡ് ആക്ടേഴ്സ് അർജുൻ അശോകൻ, അനഘ നാരായൺ. വെൽക്കം ടു റേഡിയോ മാംഗോ. താങ്ക് യു. അൻപോട് കൺമണി ടൈറ്റിലിൽ തന്നെ ആക്ച്വലി ഇപ്പൊ ഒന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ഐക്കോണിക് ആയിട്ടുള്ള കൺമണി അൻപോട് ആണ് വരുന്നത്. അതെ. അപ്പം എന്താണ് അതിലൊരു വേർഡ് പ്ലേ? വേർഡ് പ്ലേ ഒന്നും ഇല്ല. നമ്മളിപ്പോ പ്രിയപ്പെട്ടവൾ അല്ലെങ്കിൽ കുട്ടികളാകാം. അപ്പോ അത് പടത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു പരിപാടിയായെന്ന് തോന്നിയോണ്ടായിരിക്കാം ചിലപ്പോ റൈറ്ററും ഡയറക്ടറും കൂടി ആ പേര് ഫിക്സ് ചെയ്തത്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ലിജോ തോമസിന്റെ ബാക്കി സിനിമകൾ, അതായത് കവി ഉദ്ദേശിച്ച ഫസ്റ്റ് സിനിമ കവി ഉദ്ദേശിച്ചത് ഒരു ഷോർട്ട് ഫിലിം ആയാലും രമണി ചേച്ചിയുടെ നാമത്തില് ഇങ്ങനെ വെറൈറ്റി പേരുകളാണ്. അതുമെല്ലാം ചോദിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഡിസ്കഷന്റെ ഇടയിൽ? ഇതിന് ആദ്യം വെറൈറ്റി പേരായിരുന്നു. അയ്യോ അതെ, ഇതിലും വെറൈറ്റി പേരായിരുന്നു. എന്താണ് പറയാൻ പറ്റുമോ? ഇല്ല, അതൊരു കുഞ്ഞുവാവനെ തോട്ടിന്ന് കിട്ടിയതാണെന്നുള്ള പേരാണ്. അപ്പൊ അത് ഒരു ഫൺ സർക്കാസമാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അതൊരു ഫൺ പടത്തിനെ വേറെ മിസ്ലീഡ് ചെയ്യോ അങ്ങനത്തെ ഒരു തോട്ട് വന്നുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പേര് ചിലപ്പോൾ അവർ സജസ്റ്റ് ചെയ്തത്. ഡ്രാമ പ്ലസ് കോമഡി, ഡ്രാമഡി ഫീൽ ആണ് കിട്ടുന്നത്. ഡ്രാമഡി. ഓ ശരി, അങ്ങനെ ജോൺറ്. അപ്പം അത് തന്നെയാണോ സിനിമ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ജോൺറ്? ഇതൊരു ഫാമിലി ഓറിയന്റഡ് ഒരു ബേസിക് ചെറിയൊരു കുടുംബത്തില് അവര് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്, നാട്ടുകാർ കാരണം എന്തൊക്കെ ഉണ്ടാവാം. ഞങ്ങള് രണ്ടുപേരും ആദ്യമായിട്ട് കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കയറുന്നതാണ്. ഫ്രഷ് ആയിട്ട് കല്യാണം കഴിച്ച് വീട്ടിൽ കയറുന്നതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഇഷ്യൂ വരുമ്പോ നാട്ടുകാർ ചൊറിച്ചിലും അത് എങ്ങനെ ഞങ്ങൾ തമ്മിൽ എഫക്റ്റ് ആവും, അല്ലെങ്കിൽ വീട്ടിൽ എഫക്റ്റ് ആവാം. മാരീഡ് കപ്പിൾസിനെ എപ്പോഴും റിലേറ്റ് ചെയ്യാൻ പറ്റും കുറെ ആൾക്കാരുടെ. ഇപ്പൊ പുതുതായി ഇപ്പൊ എസ്പെഷ്യലി പെണ്ണുങ്ങൾക്കാണെങ്കിൽ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും അത്ര യൂസ് ടു ആയിരിക്കില്ലല്ലോ ആദ്യം. അപ്പൊ അവിടെയുള്ള അതിനോടൊന്ന് പൊരുത്തപ്പെടാന്നുള്ളത് അമ്മായിമ്മ പോര് എല്ലാം അങ്ങനത്തെ ചെറിയ ചെറിയ ഫണ്ണിലൂടെയാണ് മൊത്തം പരിപാടി പോണത്. പിന്നെ പരിപാടി കുറച്ച് സീരിയസ്ലി പോസ്റ്ററിൽ കാണാല്ലോ പ്രഗ്നൻസി ടെസ്റ്റ്. അത് ഫുൾ സയൻസ് ആണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. വല്ല സൈഫൈ വല്ല വരും ഇതില്? ഒരിക്കലും സയൻസ് എന്ന് പറഞ്ഞ സൈഫൈ മാത്രമല്ലല്ലോ, പല കാര്യങ്ങളും ഇല്ലേ. ബയോളജി ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്. അപ്പൊ അങ്ങനത്തെ പരിപാടി. ഇപ്പൊ ഇവനൊരു ഉപയോഗിക്കുന്ന ഒരു ഫ്രേസാണ് ഫുൾ സയൻസാ. അത് കേട്ട് കൂട്ടുകാരൻ പറഞ്ഞു കേട്ടിട്ട് അതെടുത്ത് വെറുതെ അടിക്കണം, അല്ലെങ്കിൽ ഇവര് അർത്ഥം എന്ന് അറിയാൻ പാടില്ല. അപ്പോ ഇത് ബേസിക്കലി ആ ഒരു പോസ്റ്ററിൽ പറഞ്ഞു പോകുന്നുണ്ട്, നാട്ടുകാർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. ഗർഭിണി സ്വന്തം ഭാര്യ പ്രഗ്നന്റ് ആയില്ലെങ്കിൽ എന്തേ ലേറ്റ് ആവുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അപ്പോൾ അത് ഭാര്യയുടെ പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ അമ്മായിയമ്മ ഏത് രീതിക്കായിരിക്കും അത് എടുക്കുന്നതും, ഏത് രീതിക്കായിരിക്കും അമ്മായിയമ്മ പിന്നെ പെരുമാറാൻ തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ചുറ്റിപ്പറ്റി പോകുന്ന ഒരു ചെറിയ കുടുംബത്തിൽ നടക്കുന്ന ഒരു സമാധാനപരമായ. നിങ്ങളുടെ ആദ്യത്തെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആദ്യത്തെ പടമല്ലേ? അതെ. അപ്പൊ എങ്ങനെയാണ് ക്യാരക്ടേഴ്സ്, എങ്ങനെ ഉണ്ടായിരുന്നു? ഇതെന്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത്, ഞാൻ ഭർത്താവായിട്ട് അഭിനയിക്കുന്നു. ക്യാരക്ടർ നെയിം അക്കുല എന്നാണ്. എന്റെ ശാലിനി. അത് മറ്റേ ഇതില് കല്യാണത്തിന്റെ ഇത്. അതെ. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്, ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിന്റെ എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു വർക്ക് ചെയ്യാൻ വേണ്ടിട്ട്. ഫസ്റ്റ് കണ്ടപ്പോ അതൊന്നും ഉണ്ടായില്ല, ഒരു മൈൻഡ് ഇല്ലാണ്ട്. എനിക്ക് എനിക്ക് ആദ്യം കാണുമ്പോ എന്ത് സംസാരിക്കണം എന്ന് അറിയാത്ത ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായി. അപ്പൊ ആദ്യം എന്റെ അടുത്ത് ഹായ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒന്നും മിണ്ടിയില്ല. പക്ഷെ പിന്നെ എനിക്ക് ഭയങ്കര ഗിൽറ്റ് അടിച്ച് ഞാൻ പോയി പറഞ്ഞു, അയ്യോ എനിക്ക് ആദ്യം സമയത്ത് മാലച്ചേച്ചിയും എനിക്ക് തോന്നുന്നു അനഘ ഒരുമിച്ച് വന്നത്. അപ്പൊ ഞാൻ എല്ലാരും കണ്ട എനിക്ക് ഫസ്റ്റ് ടൈം എല്ലാരും മീറ്റ് ചെയ്യണം. അപ്പൊ എനിക്കൊരു ടെൻഷൻ ഉണ്ടായി, ആൾക്കാരായിട്ടൊന്ന് സിങ്ക് ആവാനൊക്കെ ആയിട്ട്. ബാക്കി യൂണിറ്റിലെ ചേട്ടന്മാരും പ്രൊഡക്ഷൻ ചേട്ടന്മാരും നമ്മുടെ കൂടെ പണി ഓരോ കുറെ പടം ചെയ്തുകൊണ്ട് അവരായിട്ട് സിങ്കാണ്. അപ്പൊ അതൊക്കെ കണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ വന്ന് തിരിച്ചു തരാൻ മാലച്ചേച്ചിയും ഇവളുമാരും. അപ്പൊ പെട്ടെന്ന് ഞാൻ മാലച്ചേച്ചി ഹായ് നമസ്കാരം എന്ന് മാലച്ചേച്ചി മീറ്റ് ചെയ്തു. ഹായ് നോ മറ്റേ എന്നെ മനസ്സിലാവണ്ടാണോ? അത് പിന്നെ മാറി. അയ്യോ അത് പിന്നെ മാറി. മാറില്ലെങ്കിൽ പണി പാളും. പടം നല്ല ഫണ്ണായിരുന്നു. അപ്പൊ കംഫർട്ടബിൾ ആയിരുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇല്ല കെമിസ്ട്രി വർക്ക് ആവില്ലായിരുന്നു. കെമിസ്ട്രി സയൻസ് മൊത്തം പാളിയാണ്. ഇപ്പം ലിജു തോമസ് ആണ് ഡയറക്ടർ. സെക്കൻഡ് ഫീച്ചർ ഫിലിമാണ് കവി ഉദ്ദേശിച്ചതിന് ശേഷം. ഇപ്പം കവി ഉദ്ദേശിച്ചതില് ഒരു നാട്ടിൻപുറത്തെ കൂട്ടുകാരും അവിടുത്തെ ഫ്രണ്ട്സും അവിടുത്തെ ഒരു പ്രണയമൊക്കെയാണ് പറഞ്ഞു പോയത്. ഇതില് വരുമ്പോ ഒരു നാട്ടിൻപുറത്തെ ഒരു കല്യാണം, ആ ഒരു വീട്ടിലെ പ്രശ്നങ്ങളൊക്കെയാണ്. പക്ഷെ പ്രൈമറിലി സെറ്റ് ചെയ്തിരിക്കുന്ന കണ്ണൂർ തലശ്ശേരി ഭാഗത്താണ്. അപ്പം തലശ്ശേരി എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഈ സിനിമയിൽ? തലശ്ശേരി ആസ് ബാക്ക്ഡ്രോപ്പ് ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചാൽ ഇത് ശരിക്കും നടന്ന സംഭവം. ഇത് റൈറ്ററിന്റെ ലൈഫിൽ നടന്ന് അവർ എക്സ്പീരിയൻസ് ചെയ്ത ഒരു സംഭവം അവര് ഒരു സിനിമ രീതിയിൽ എങ്ങനെ ചിത്രീകരിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ എഴുതിയതാണ്. അപ്പോ മുപ്പരുടെ വീട് തലശ്ശേരിയാണ്. പിന്നെ അവർക്ക് അവരുടെ സോൺ കൂടുതൽ അറിയാം. ലിജു ചേട്ടനായാലും കണ്ണൂരുകാരനാണ്.
ലിജി ചേട്ടനായാലും റൈറ്ററും റൈറ്ററും പിന്നെ പ്രൊഡക്ഷൻ ടീംസ് മൊത്തം കണ്ണൂരും DOP ആയാലും തലശ്ശേരിക്കാരനാണ്. അപ്പോൾ ഇവർക്ക് കംഫർട്ടബിൾ ആ ഒരു സോണാണ്, അവർക്ക് അവരുടെ കൾച്ചർ കൂടുതൽ അറിയാം. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം തലശ്ശേരിയും ഒക്കെ ആയിട്ട് അവർ ബാക്ക് ഡ്രോപ്പ് സെറ്റ് ചെയ്തത്. സ്ലാങ് ആക്സെന്റ് ഇപ്പം അനഘ ഫസ്റ്റ് സിനിമയിൽ കാഞ്ഞങ്ങാടാണ് സ്വന്തം സ്ഥലം, അപ്പൊ അത് വലിയ ടഫ് അല്ലായിരുന്നു എന്ന് തോന്നുന്നു. അപ്പം പിന്നെ അതെ വിഷയമില്ലല്ലോ ബുദ്ധിമുട്ടില്ലല്ലോ. ചുമ്മാ തോന്നിച്ചതാ. അപ്പൊ എന്തായാലും അതിനുശേഷം ഒരുപാട് ആക്സെന്റ് സ്ലാങ് ഡിഫറൻസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് തലശ്ശേരി ഒരു ആക്സെന്റ് വരുമ്പോഴത്തേനും അതെങ്ങനെ ഉണ്ടായിരുന്നു? തലശ്ശേരി ആക്സെന്റ് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല, കാരണം ഞാൻ ചെറുതില് സംസാരിച്ചു വന്നത് കാഞ്ഞങ്ങാട് ഒരു സ്ലാങ് ആണ്. അപ്പൊ അതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എപ്പോഴും ഇങ്ങനെ ഈ ഒരു തലശ്ശേരി കാഞ്ഞങ്ങാട് അത് എൻ്റെ അടുത്ത് ഫോക്കസ് ചെയ്ത് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ആൾക്കാർക്ക് അറിയില്ല എനിക്ക് നോർമൽ മലയാളം സംസാരിക്കുന്നുള്ളത്, ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷെ ഈ ഒരു സ്ലാങ് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ അർജുൻ ചേട്ടനാണെങ്കിലും മാല ചേച്ചി ആണെങ്കിലും ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും. പക്ഷെ എനിക്കത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാനും പറ്റില്ല, കാരണം എന്റെയും സ്ലാങ്ങിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. മറ്റേ റൈറ്റർ ചേട്ടൻ എപ്പോഴും വന്ന് കൂടെ ഉണ്ടാവും. ഒരു സീൻ മുമ്പാണെങ്കിൽ ഒരുമിച്ച് ഇരുന്നിട്ട് ആ ഡയലോഗ്സ് പറയിപ്പിച്ച് നോക്കും. അപ്പം ആ രീതിക്ക് മൂപ്പര സ്ലാങ് പിടിച്ചാൽ മതി, വേറൊന്നും അങ്ങനെ അപ്പുറത്തേക്ക് ഡയലോഗും അവര് പറയണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോ ഓർമ്മയുണ്ട്, എന്തെങ്കിലും സീൻ എടുക്കുന്നതിന് മുന്നേ അർജുൻ ചേട്ടൻ റൈറ്ററിന്റെ അടുത്ത് ചോദിക്കും ഇത് ഇങ്ങനെയാണോ. അപ്പൊ ഞാനും അടുത്ത് ചെന്നിരിക്കും, എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ ഇരുന്ന് പഠിക്കാന്നുള്ള രീതിയിൽ എപ്പോഴും. അതിപ്പോ സ്ലാങ് എന്നല്ല, എന്താണെന്നുണ്ടെങ്കിലും ഇപ്പോൾ സ്റ്റോറി കേൾക്കുന്ന സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു ഇത് റിയൽ സ്റ്റോറി ആണെന്ന്. അപ്പോൾ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് എൻ്റെ അടുത്ത് നെറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് ഇത് എൻ്റെ റിയൽ ലൈഫ് സ്റ്റോറിയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മളുടെ കയ്യിൽ നിന്ന് ഇടുന്നുണ്ടെങ്കിൽ അത് കൂടി പോവോ കുറഞ്ഞു പോവോ അത് വേണോ, ഇതൊക്കെ എൻ്റെ ഉള്ളിലും ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ അർജുൻ ചേട്ടൻ അത് ക്ലിയർ ചെയ്യുമ്പോൾ ഞാനും ഒന്ന് ജസ്റ്റ് റൈറ്ററിൻ്റെ അടുത്ത് ഇരിക്കും. അപ്പോൾ എല്ലാം ക്ലിയർ ചെയ്യും സ്പോട്ടിൽ തന്നെ, ഒരു സ്ലാങ് ആണെങ്കിലും എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള. ഫുൾ ടൈം ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ സ്ലാങ് പിടിക്കാം. പിന്നെ ലിജി ചേട്ടനും അറിയാം ഈ സ്ലാങ്ങിന്റെ ബേസിക് പരിപാടി. ഒരു നമ്മൾ പ്രോപ്പർ തലശ്ശേരി അല്ലാണ്ട് അതിന്റെ ഒരു നേച്ചറുള്ള രീതിയിലുള്ള സ്ലാങ് ആണ് പിടിച്ചു പോയത്. കാരണം നമുക്കൊണ്ട് ആ പ്രോപ്പർ സാധനം പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. കാരണം ഇമോഷണലി കുറച്ച് ദേഷ്യത്തിലെ കാര്യം പറഞ്ഞു പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൊച്ചി വരും. അപ്പൊ ബാക്കി അവരത് മാക്സിമം പിടിക്കാൻ നോക്കിയിട്ടുണ്ട് എത്രത്തോളം. അപ്പൊ ഈ റിയൽ ലൈഫ് സ്റ്റോറി ബേസ്ഡ് ആണല്ലോ ഈ കഥ. അപ്പം ആ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിനെ ഒന്ന് റെഫറൻസ് ചെയ്ത് അവരോട് സംസാരിച്ച് എങ്ങനെയായിരുന്നു അവര് ആ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോയെന്നൊക്കെ ചോദിച്ചിരുന്നോ? ഇപ്പൊ ഒരു ഫോട്ടോസ് ഒക്കെ കാണിച്ചെന്നായിരുന്നു. അത് പടത്തിലെ മേജർ സംഭവം ഉണ്ട്. അങ്ങനെ അത് എന്ത് ഫോട്ടോ ആണെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോ ഇതിപ്പോ കൺസീവ് ആകും, പിന്നെ അത് കൺസീവ് ആകാതാവും. അപ്പൊ കൺസീവ് ആയി കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും ഫാമിലി മൊത്തം, ഏത് ഫാമിലി ആയാലും. പിന്നെ അത് അബോട്ടായി പോയി കഴിഞ്ഞെന്ന് പറയുമ്പോൾ ഭയങ്കര നമുക്ക് താങ്ങാൻ പറ്റാത്തൊരു വിഷമമാണല്ലോ. അപ്പൊ അത് ആയി കഴിയുമ്പോൾ അത് പെണ്ണിന്റെ കേടാണ്, അല്ലെങ്കിൽ അത് മൊത്തം ഒരു പെണ്ണിന്റെ തലയിലേക്കാണല്ലോ വരുന്നത്. അപ്പൊ അത് എത്രത്തോളം ആ കുട്ടിക്ക് അത് പ്രശ്നം ഉണ്ടാവും, അത് ആരൊക്കെയായിരിക്കും അത് അഡ്രസ് ചെയ്യുന്നത് പ്രശ്നമായിട്ട്, അല്ല ആരൊക്കെ കൂടെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ പറഞ്ഞു. പിന്നെ ഈ ചേട്ടൻ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മുടെ അടുത്ത് കഥ നറേറ്റ് ചെയ്തത്. അപ്പൊ നമുക്ക് അത്ര ഒരു ടെൻഷൻ ഉണ്ടായില്ല അതിനെപ്പറ്റി റെഫറൻസ് ചെയ്യാൻ. ആകെയുള്ളത് ചെറിയ ഒരു ഫോട്ടോസും കുറച്ച് റെഫറൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു. പിന്നെ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതോറോ ഇങ്ങനെയൊക്കെ ആണല്ലേ കൺസീവ് ആയില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവുക കൂടുതലും അറിഞ്ഞത്. ഇതെന്താണ് ആക്ച്വലി ആദ്യം ഇൻട്രസ്റ്റ് ചെയ്തത്, ഇത് ചെയ്യണം എന്ന് തോന്നിച്ച കഥയായിരുന്നു? ഇതിപ്പോ കുറെ പേർക്ക് ഉണ്ടാവാം. കാരണം അവർക്ക് ഫേസ് ചെയ്യുന്ന കുറെ ഇഷ്യൂസ് ആയിരിക്കും. കാരണം ഇപ്പൊ നമ്മളിപ്പോ ഏത് ഇതെടുത്താലും, നമ്മൾ മുടി വളർത്തിയാലും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താലും നാട്ടുകാർക്കാണ് കൂടുതൽ പ്രശ്നം. നമുക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റി അവരാണ് കൂടുതൽ കെയർ ചെയ്യണത്. നമ്മൾ സ്നേഹം കൊണ്ടാവാതിരിക്കാം. അപ്പൊ അത് ബേസിക് നേച്ചറാണ്. അപ്പൊ അത് ഇങ്ങനത്തെ ഒരു രീതിയിലൊരു കഥയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ലിജി ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാനും, കവി ഉദ്ദേശിച്ചതിന് ശേഷം ചെയ്യുന്ന ഒരു പരിപാടി. പിന്നെ മൃദുലേട്ടൻ ബിടെക്, പിന്നെ നമ്മുടെ ആളാണ് മൃദുലേട്ടൻ കൂട്ടുകാരനായിട്ടാണ്. അപ്പൊ നവാസിക്ക ഉണ്ട്. അപ്പൊ അങ്ങനത്തെ അത്യാവശ്യം നല്ലൊരു കാസ്റ്റും പരിപാടിയൊക്കെ. അൽത്താഫൊക്കെ ഉണ്ട്. കുറച്ചധികം കൺഫ്യൂഷൻ സ്റ്റേജിലുണ്ടോ? കാരണം ഒരുപാട് പ്രൊമോഷൻസ് ഓടി നടക്കുന്നത് പോലെ ഇപ്പൊ 3 സിനിമകളാണ് ബാക്ക് ടു ബാക്ക് ഇപ്പൊ ഇറങ്ങാൻ പോകുന്നത്. ഒരു സിനിമ ഓൾറെഡി ഇറങ്ങി, പല്ലോട്ടി 90s കിഡ്സ്. അതിലാകെ 2 ദിവസം ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷെ എന്നാലും പിള്ളേരല്ല അച്ഛനാ പടം, നമ്മളുടെ പടമല്ലല്ലോ. പിള്ളേരാണ് സ്റ്റാർ. അവര് എത്രയും വൃത്തിക്ക് ചെയ്തു വെച്ചുകൊണ്ടാണ് നമ്മൾ ആ 2 ദിവസം അഭിനയിച്ചതിൽ നമുക്ക് ആ ഒരു ക്യാരക്ടറിന് അത്രയും
ഒരു സപ്പോർട്ട് കിട്ടിയത്. അർജുൻ ചേട്ടനും ബാലു ചേട്ടനും ഭയങ്കര സപ്പോർട്ടായിരുന്നു, എന്തിനും കൂടെ നിൽക്കുന്നു. അങ്ങനെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഒക്കെ ഇട്ടിരുന്നല്ലോ. നമ്മൾ വെച്ചാൽ നമ്മുടെ പടമല്ലേ, ഡ്യൂട്ടിയാണ്. എനിക്ക് ഇടയ്ക്ക് വെച്ച് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു ഒരു പോയിന്റിൽ വെച്ച്. കാരണം നൈറ്റ് ഷൂട്ടിലേക്ക് കയറിയപ്പോ ഡേ ടൈം ഉറക്കും നൈറ്റ്, അപ്പോ നോക്കാൻ പറ്റിയില്ല. കാരണം റൊമാൻസിന്റെ ഷൂട്ടിന്റെ ഇടയിലായിരുന്നു. അപ്പൊ ആ സമയത്ത് അവരെന്ത് ഒന്നും പ്രൊമോട്ട് ചെയ്യണില്ലേ, സപ്പോർട്ട് ചെയ്യണില്ലേ എന്നുള്ള ടോക്ക് വന്നപ്പോ എനിക്ക് ആ വിഷമായി. പിന്നെ ചറപ്പറ ചന്നം പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ പല്ലൊട്ടി മാത്രം മേലാ ചീത്ത പേര് വരുന്നത്. നമ്മുടെ ഈ അൻപൂട് കൺമണി സെറ്റ് ഇട്ടിരിക്കുന്ന വീട് ആക്ച്വലി അതിനൊരു ബ്യൂട്ടിഫുൾ സ്റ്റോറി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കാരണം അത് സെറ്റ് അല്ല, ഒരാൾക്ക് കൊടുത്ത വീടാണ്. ആ ഒരു കഥ ഒന്ന് പറയാൻ പറ്റുമോ? കഥ എന്ന് വെച്ചാൽ ഈ റൈറ്ററിന്റെ സ്വന്തം ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു ആളാണ്, കൂടെ പഠിച്ചതാണ്. അപ്പോൾ ഒരു അവസ്ഥ ഉണ്ടപ്പോൾ കൂടെ കൂട്ടി. പിന്നെ എന്തായാലും ഒരു സെറ്റ് ഇടണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വീട് ഇവർക്ക് കിട്ടുന്നില്ല. അപ്പൊ എന്തായാലും ഒരു വീട് പണിയണം എന്നൊക്കെ ആലോചിച്ചപ്പോൾ ഇവര് നേരെ മൂപ്പരുടെ വീട് ആ സ്ഥലവും പരിസരവും ഒക്കെ എടുത്തിട്ട് മൂപ്പർക്ക് ഒരു വീട് കെട്ടി കൊടുത്തു. അടിപൊളിയായിട്ട് വന്നു. നല്ല കാര്യമാണ്. ഈ സിനിമയിലൂടെ ഒരാൾക്കും കൂടെ ഒരു വീട് എന്ന് പറഞ്ഞാൽ ചെറിയ പരിപാടിയാണ് വെച്ചാൽ നമ്മൾ എല്ലാവരും ജീവിക്കുന്ന ഒരു വീട് കെട്ടാൻ വേണ്ടിയാണ്. അത് ഇങ്ങനെ ഒരാളുടെ സഹായം കൊണ്ട്, ഭയങ്കര ഒരു ഗ്രൂപ്പിന്റെ സഹായം കൊണ്ട് ഒരു ബ്ലെസ്സിങ് ആയിരിക്കും മൂപ്പർക്ക് അത്, ഒരു വീട് കിട്ടി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ. അപ്പൊ അതൊക്കെ നമ്മളും അതിലൊരു ഭാഗമാണ്, ചെറിയൊരു ഭാഗമാണെന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. അനഘയുടെ സിനിമയുടെ ഒരു ഫിലിമോഗ്രാഫി എടുത്ത് നോക്കിയപ്പോഴത്തേനും ഇപ്പം ഫസ്റ്റ് മൂവി തിങ്കളാഴ്ച നിശ്ചയം, ആനന്ദ പരമാനന്ദമായാലും പരമാനന്ദമായാലും ഇപ്പം അൻപോട് കൺമണി ആയാലും ഇതിലൊക്കെ ഒരു ബേസിക് സെറ്റിംഗ് എന്ന് പറയുന്നത് കല്യാണം ഒരു സെറ്റിംഗ് ആയിട്ട് വരുന്നുണ്ട്. ഇത് അറിഞ്ഞുകൊണ്ട് വരുന്നതാണോ? വീട്ടുകാരെ അറിയിക്കണ കെട്ടാൻ പ്രായ എങ്ങനെയെങ്കിലും കെട്ടിക്കുന്നത്. പക്ഷെ ആരും മൈൻഡ് എൻ്റെ അടുത്ത് ആദ്യം ഈ സ്റ്റോറി ലിജു ചേട്ടൻ പറയുമ്പോൾ ഞാൻ ആദ്യം ഓക്കെ പറഞ്ഞില്ല. കാരണം ആനന്ദം പരമാനന്ദം കഴിഞ്ഞിട്ട് ഞാൻ കേട്ട ഒരു സ്റ്റോറി ആയിരുന്നു. അപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞിട്ട് പിന്നെയും ഒരു കല്യാണം വേണ്ടെന്നുള്ളത് തീരുമാനിച്ചായിരുന്നു. പിന്നെ അതിന്റെ ഇടയിൽ ഞാനും വാശി കഴിഞ്ഞിട്ടാണ് ആനന്ദം പരമാനന്ദം ചെയ്തത്. അപ്പൊ വാശി അതിന്റെ കല്യാണവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു മൂവി. അപ്പൊ പിന്നെ അതിന്റെ ഇടയിൽ ഞാൻ കുറച്ച് മൂവീസ് ചെയ്തു, ഒരു ഗ്യാപ്പ് വന്നു. പിന്നെയാണ് ലിജു ചേട്ടൻ വരുന്നത്. ഇപ്പോ അനഘ ഫ്രീ ആണോ, ഈ ഒരു പ്രൊജക്ട് ഉണ്ട്, അത് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ഇത് ചെയ്തിട്ടില്ല, എന്നാ പിന്നെ ഓക്കെ കേൾക്കാം. എന്തായാലും കല്യാണത്തിൽ നിന്ന് ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തു. സ്റ്റോറി കേട്ടപ്പോ എന്താ അതെ അതെ പിന്നെ ഫസ്റ്റ് മാരേജ് എന്നൊരു ബ്രേക്ക് എടുത്തു, സെക്കൻഡ് മാരേജിലേക്ക് വന്നു. ഓടി നടന്ന കല്യാണം. ആദ്യത്തെ എൻഗേജ്മെന്റ് മുടങ്ങിയതിനു ശേഷം പിന്നെ 2 കല്യാണമായിരുന്നു. നോക്കി നടന്നില്ല. അപ്പൊ ഈ ഫസ്റ്റ് മൂവിയിൽ തന്നെ ഒരുപാട് അവാർഡ്സ് ഒക്കെ കിട്ടി, 2 മേജർ അവാർഡ്സ് ആണ് കിട്ടിയത്. അപ്പം ആ ഒരു ജേർണി അതെങ്ങനെ ഇപ്പം കാണുന്നത്? ആസ് എൻ ആക്ടർ തിയേറ്റർ ബാക്ക്ഡ്രോപ്പ് ഉണ്ട്, അപ്പം എങ്ങനെയാണ് ആ ഒരു ജേർണിനെ കാണുന്നത്? സിനിമ എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ഒരു മീഡിയം ആണല്ലോ, അപ്പൊ ആ ഒരു ജേർണിനെ എങ്ങനെയാ കാണുന്നത്? ഇപ്പോഴും 3 വർഷമായി തിങ്കളാഴ്ച നിശ്ചയം ഇറങ്ങിയിട്ട്. ഇപ്പോഴും ഒന്ന് പുറത്ത് പോകുമ്പോഴും ആൾക്കാർ എന്നെ ആ ഒരു സിനിമയെ പറ്റി പറയുമ്പോഴും അതിലൊരു ആക്ടർ ആണെന്ന് പറയുമ്പോഴും അവർക്ക് അവരുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷവും ആ ഒരു എക്സൈറ്റ്മെന്റും അതിപ്പോഴും എനിക്കറിയില്ല, ഭയങ്കര ഒരു അഭിമാനമുണ്ട്. കാരണം സിനിമയിലേക്ക് വന്നത് തന്നെ ഇത്രയും നല്ലൊരു സിനിമയിലൂടെ, അതും ഒട്ടും പ്രതീക്ഷിച്ചിട്ടല്ല വന്നത്. ഒരു സിനിമ ചെയ്യുന്നു, ഞങ്ങള് ഒരുപാട് ഡ്രാമ ചെയ്തിട്ടുള്ള ആൾക്കാര് എല്ലാവരും, ആരും ഇതിനു മുമ്പ് സിനിമയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് ആകെയുള്ളത് ഒരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. അപ്പോൾ ഞങ്ങളൊരു സിനിമ ചുമ്മാ ചെയ്യുന്നു, അത് പെട്ടെന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു, നാഷണൽ അവാർഡ് കിട്ടുന്നു. ഇപ്പോഴും ആൾക്കാർ അത് പറയുക എന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് ആ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ടാവും, പക്ഷെ അതിപ്പോഴും ആൾക്കാർ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. എനിക്കിപ്പോൾ ഏതൊരു സെറ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിലും ആരെ പരിചയപ്പെടുമ്പോഴും ഇപ്പോഴും തിങ്കളാഴ്ച നിശ്ചയത്തിലെ കുട്ടിയാണെന്ന് പറയുമ്പോൾ അതിന്റെ ഒരു റെസ്പെക്റ്റും ആ ഒരു സിനിമയുടെ ഗുണം അതാണ്. നമ്മളിപ്പോ നമ്മുടെ കാലം കഴിഞ്ഞാലും അതവിടെ തന്നെ ഒരു ഐഡന്റിറ്റി തരാൻ എനിക്ക് ഒരു ഐഡന്റിറ്റി തരാൻ വേണ്ടിട്ട് തിങ്കളാഴ്ച നിശ്ചയം ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഇനിയും അതുപോലത്തെ നല്ല നല്ല സിനിമകൾ ചെയ്യണം, അൻപോട് കൺമണിയും അങ്ങനെയുള്ളതാവട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അർജുൻ ചേട്ടന്റെ കാര്യം പറയുമ്പോഴത്തേനും നേരത്തെ പറഞ്ഞിരുന്നു പല്ലൊട്ടിയിൽ ആകെ 2 ദിവസത്തെ അഭിനയം ഉള്ളൂ എന്ന് പറഞ്ഞു. ഇതുപോലെ സ്ക്രീൻ ടൈം നോക്കാതെ, സ്ക്രീൻ സ്പേസ് നോക്കാതെ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. സ്ക്രീൻ ടൈം നോക്കാതെ, ഇപ്പൊ മോസ്റ്റലർ ആയാലും പല്ലൊട്ടി ആയാലും. എങ്ങനെയാണ് ഇത്? പാഷൻ ആണോ അതോ നല്ലൊരു സിനിമയിൽ ഭാഗമാകാൻ വേണ്ടിയിട്ടാണോ ഇത് ചെയ്യുന്നത്? എങ്ങനെയാണ് ആ ഒരു തോട്ട് പ്രോസസ് വരുന്നത്? നല്ലൊരു സിനിമയിൽ ഭാഗമാകാൻ തോന്നുന്നത് പാഷന്റെ പുറത്ത് തന്നെയാണല്ലോ. അപ്പൊ ഓഫ്കോഴ്സ് അതൊരു പാഷനാണ്. പിന്നെ അതിനെപ്പറ്റി കൂടുതൽ എനിക്ക് അറിയില്ല. ഞാൻ എന്റെ ഇഷ്ടത്തിന് അഭിനയിക്കുന്നു, അത്ര
അത്ര ചിന്തിക്കണുള്ളൂ ഇപ്പൊ. ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഒരു വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വേരിയേഷൻസും ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പം ആനന്ദ് ശ്രീബാലയില് ഒരു സീരിയസ് റോൾ ആണെങ്കിൽ, ക്യാരക്ടർ റോൾ ആണെങ്കിൽ ഇതിൽ കുറച്ചുകൂടി ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള റോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. കഴിഞ്ഞ വർഷമാണെങ്കിലും അതുപോലത്തെ വേരിയേഷൻസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതും കോൺഷ്യസ് ആയിട്ട് എടുക്കുന്ന ഒരു ഡിസിഷൻ ആണ്. ഒരു വർഷം നമ്മൾ ഒരു രീതിയിൽ മാത്രം നിൽക്കാതെ പലത് ട്രൈ ചെയ്യണം എന്നുള്ള രീതിയിൽ മാക്സിമം റിപ്പീറ്റേഷൻ വരാത്ത രീതിയിൽ ക്യാരക്ടേഴ്സ് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പിന്നെയാണ് ഞാൻ ചെയ്ത് തുടങ്ങിയപ്പോൾ മനസ്സിലായത് എന്തൊക്കെ റിപ്പീറ്റ് ആയില്ലെങ്കിൽ എൻ്റെ അഭിനയം ഒരേപോലെയൊക്കെയാണ് പരിപാടി പോണേന്നുള്ളത്. അപ്പൊ അതില് നമുക്ക് കഥാപരമായിട്ടും ക്യാരക്ടർ വൈസും എന്തൊക്കെ മാറ്റം കൊണ്ടുവരാൻ പറ്റും, എന്തൊക്കെ മാറ്റം ആ ക്യാരക്ടറിനുണ്ട്. ഇപ്പൊ ചെയ്ത ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടർ പിന്നെയും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ബോറടിക്കണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ട്. മാക്സിമം എത്രത്തോളം അത് വർക്ക്ഔട്ട് ആവുമെന്ന് അറിയില്ല. വരുന്ന കഥാപാത്രങ്ങളും അത് വരുന്ന കഥകളും പോലെ ഇരിക്കും. നമുക്ക് അങ്ങനെയല്ലേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ തന്നെ ഒരു കഥയൊക്കെ എഴുതി സ്വയം അതൊന്നും ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ചെയ്തിട്ടില്ല. എനിക്ക് അറിഞ്ഞ പഠിക്കേണ്ട, അത് പഠിക്കാണ്ട് വെറുതെ പോയി ചെയ്യാൻ. ഫാദർ ചെയ്തിട്ടുണ്ട്, ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അച്ഛൻ എത്ര വർഷമായി സിനിമയില്. അതുപോലെ എപ്പോഴെങ്കിലും ചെയ്യുമോ? ഇപ്പോഴത്തെ കാര്യമില്ല, ഞാൻ ഇപ്പത്തെ കാര്യം പറഞ്ഞ. ഇപ്പത്തെ കാര്യം പറയട്ടെ. അതിലും പാട്ടും പാടിയിട്ടില്ലേ ഒരു ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറില്? ഇതിലും വല്ലതും പാട്ട് പാടുന്നുണ്ട്? കൺമണി അൻപോട് വല്ലതും പാടുന്നു? അത് ഓൾറെഡി പാടി വെച്ചല്ലേ കമലഹാസൻ സാർ. അതല്ല, സിനിമയില് അർജുൻ ചേട്ടൻ പാടുന്നു. ഇല്ലില്ല, പാടിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇറക്കി ഞാൻ അധികം ഡിലേ ചെയ്തു. ചെറിയാക്കണെങ്കിൽ ആദ്യം തീർത്ത് പോട്ടെ, പിന്നെ എന്തിനാ വെയിറ്റ് ചെയ്യാൻ. ഓൾ ദി ബെസ്റ്റ്. അൻപോട് കൺമണിക്ക് ബെസ്റ്റ് വിഷസ്. താങ്ക് യു സോ മച്ച്.